കെ ഫോണിനെതിരായി ഹൈക്കോടതി നൽകിയ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് വിമർശനമുണ്ടായിരിക്കുന്നു. CN പ്രകാശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രകാശ്, എന്താണ് കോടതി നിരീക്ഷണം? കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് AJ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. കെ ഫോൺ പദ്ധതിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഹർജിയിൽ എന്ത് പൊതു താല്പര്യം ആണ് ഉള്ളത് എന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായി. CAG റിപ്പോർട്ട് ലഭിച്ച ശേഷം തെളിവ് ഹാജരാക്കാമെന്നാണ് VD സതീശന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ പിന്നെ അത് ലഭിച്ചിട്ട് കോടതിയിൽ ഹർജിയുമായി വന്നാൽ പോരെ എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. 2019 തീരുമാനത്തെ, കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനത്തെ 2024 ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്ന ഹർജിക്കാരൻ എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കെ ഫോൺ പദ്ധതിയിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് VD സതീശൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. പദ്ധതിയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. കരാറുകളിലടക്കം വലിയ അഴിമതിയുണ്ട്. ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ഫോൺ എന്നും പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കെ ഫോൺ കരാറിനെതിരായ പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഹൈക്കോടതിയിൽ വിമർശനമുണ്ടായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. CN പ്രകാശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് റൂമിലെ